അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ആറ്റുകാൽ പൊങ്കാലിടാൻ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവത്തിൻ്റെ ഒരു കുഞ്ഞൊരു സ്റ്റോറി, ഒരു കഥയാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ആറ്റുകാൽ പൊങ്കാലിടാൻ ഈ വർഷവും പോകാനായിട്ട് ദേവി അതിനുള്ളൊരു അവസരം തന്നിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അന്ന് ആറ്റുകാൽ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരുപാട് നാളായി പൊങ്കാലയ്ക്ക് പോയിട്ട്, കല്യാണത്തിന് മുമ്പേ ഇട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് പൊങ്കാല ഇടാൻ പോകുന്നത്. അപ്പോൾ വണ്ടിയിൽ ഇവിടെ നിന്ന് കുറച്ച് ചേച്ചിമാർ ട്രാവലർ വിളിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ആദ്യമേ സീറ്റില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ 3-4 പേര് സീറ്റ് അവർ ക്യാൻസൽ ചെയ്തപ്പോൾ ആ ഒരു സീറ്റാണ് എനിക്കും അമ്മയ്ക്കും കൂടി കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും കൂടിയാണ് പൊങ്കാല ഇടാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് വർഷമായി ആ ഒരു അനുഭവം ഉണ്ടായിട്ട്, പക്ഷേ ഇപ്പോഴും മനസ്സിൽ നിന്ന് അത് പോയിട്ടില്ല. അതിപ്പോഴും ആ ദേവിയുടെ ഒരു അനുഗ്രഹം മനസ്സിൽ എന്നും ഇടയ്ക്ക് അത് ഓർമ്മയിൽ വരാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനും അമ്മയും കൂടി ഇതേപോലെ കുറേ 3-4 വർഷം മുമ്പേ ഞങ്ങളുടെ ഇവിടെ നിന്ന് കുറച്ച് ചേച്ചിമാർ പോയപ്പോൾ അവരുടെ കൂടെ പോയതായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയുടെ ഒരു ഫ്രണ്ട്, ഒരു ചേച്ചിയായിട്ട് ഞങ്ങൾ പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആറ്റുകാൽ തൊഴാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ ടൈമിൽ വണ്ടികളൊന്നും പോകുന്നില്ലായിരുന്നു, എല്ലാം ബ്ലോക്കായതുകൊണ്ട് വണ്ടികളൊന്നും വിടില്ല എന്നാണ്. അപ്പോൾ ഒരുപാട് ദൂരം നടക്കാനുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വഴിയൊന്നും അറിയാതെ ഒരുപാട് ദൂരം ഇങ്ങനെ ചോദിച്ച് ഓരോരുത്തരടുത്ത് ചോദിച്ച് വഴി മനസ്സിലാക്കി എങ്ങനെയൊക്കെയോ അവിടെ എത്തി. പൊങ്കാല ഇട്ട് കഴിഞ്ഞ ശേഷം ആണ് ഞങ്ങൾ, നല്ല പൊരിഞ്ഞ വെയിലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേവീനെ തൊഴാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു. അപ്പോൾ തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പതുക്കെ നടന്ന് എങ്ങനെയൊക്കെയോ അവിടെ എത്തി, അമ്പലത്തിലെത്തി കേട്ടോ. അപ്പം നല്ല തിരക്കാണ്, ക്യൂ ആണ്. അപ്പോൾ ആ ക്യൂവിൽ നിന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഞാനും അമ്മയും ആ ചേച്ചിയൊക്കെ കൂടിയിട്ട്. ആ ചേച്ചിക്ക് എന്തോ വയ്യാത്തൊരു ബുദ്ധിമുട്ടോടെ തോന്നിട്ട് മാറി നിന്നു. അത് കഴിഞ്ഞിട്ട് ഞാനും അമ്മയും പോയില്ല, ക്യൂ തന്നെ നിന്നിട്ട് തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നിന്നു. കുറേ കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയും ബുദ്ധിമുട്ടൊക്കെ വന്നു. ഭയങ്കരമായിട്ട് ക്ഷീണവും തളർച്ചയും തലകറക്കമൊക്കെ ഉണ്ടായി. അങ്ങനെ തലകറങ്ങി വീഴാൻ പോകുന്നൊരു അവസ്ഥയായി അമ്മ. അങ്ങനെ ഞാൻ അവിടെ അടുത്തുള്ള പോലീസുകാർ, മാഡവും പോലീസുകാരിയൊക്കെ അവരൊക്കെ വന്ന് അമ്മേനെ പിടിച്ചിട്ട് അവിടെ കൊണ്ടുപോയിരുത്തി, ക്യൂന്ന് മാറ്റി കൊണ്ടുപോയിരുത്തിയിട്ട് അമ്മ അവിടെ കിടന്നു കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കൂടെയുള്ള ആ ചേച്ചിയെടുത്ത് ഞാൻ അമ്മേനെ ഒന്ന് നോക്കിക്കോളണേ, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എങ്ങോട്ടാ പോണേന്ന് ചോദിച്ചാൽ ചേച്ചി, ഞാൻ പറഞ്ഞു ദേവീനെ കാണാൻ പറ്റില്ലല്ലോ, എനിക്ക് കാണാണ്ട് ദേവീനെ ഒരു ദർശനം കിട്ടാണ്ട് തൊഴാണ്ട് മടങ്ങി തിരിച്ചു പോകുമ്പോൾ ആ ഒരു വിഷമം പോലെ. അപ്പോൾ ദേവീനെ കാണാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ആ ചേച്ചിയെടുത്ത് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, ഇത്രയും തിരക്കിൻ്റെ എങ്ങനെ പോയി തൊഴാനാ, ഇനി ഒരുപാട് സമയം എടുക്കും, അമ്മയ്ക്കും വയ്യാണ്ടിരിക്കാൻ, നമുക്ക് തിരിച്ചു പോകാം, പുറത്ത് നിന്ന് തൊഴുതിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കട്ടെ, എങ്ങനെയെങ്കിലും ദേവിനെ കാണാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് തൊഴുതിട്ട് വരാം, അമ്മേനെ ഒന്ന് നോക്കിക്കോളണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ദേവിയെടുത്ത് ആ സമയത്ത് ഇത്രയും പ്രാർത്ഥിച്ചുള്ളൂ, ദേവി എൻ്റെ അമ്മേനെ കാത്തോണ്ട് എൻ്റെ അമ്മയ്ക്ക് ഒരു ആപത്തും വരാണ്ട് നോക്കിക്കോണേ, എനിക്കും കൂട്ടത്തിൽ എനിക്കും ഒന്ന് ദേവീനെ ഒന്ന് കാണാൻ, ഇത്രയും ദൂരെന്ന് ഞാൻ അകലത്തുനിന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ദർശനം കിട്ടി, ഒന്ന് തൊഴാൻ പറ്റിയെങ്കിൽ എനിക്കൊരു സന്തോഷമായതിന്, സമാധാനമായതിന് ദേവി അതിനുള്ളൊരു അവസരം എങ്ങനെയെങ്കിലും ഒന്ന് ഒരുക്കി തരണേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനിങ്ങനെ അവിടെ ഒരു സാറ് നിൽപ്പുണ്ടായിരുന്നു, ഒരു പോലീസുകാർ സാറ്. അപ്പോൾ ആ സാറിനോട് കുറച്ച് പേരും നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ ദേവീനെ തൊഴാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ക്യൂ അധികം തിരക്കൊന്നുമില്ല, അപ്പോൾ ആ വഴിയിലൂടെ അധികം തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ സാറിനോട് പറയാം, അമ്മ തലയിറങ്ങിയൊക്കെ നിൽക്കുകയാണ്, ഞാനൊന്ന് തൊഴാൻ വേണ്ടി തൊഴുതിട്ടൊന്ന് എന്നെ കയറ്റി വിടുമോ എന്നുള്ളത് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാനിങ്ങനെ അടുത്ത് പോയതും ആ സാറിനോട് ചോദിക്കേണ്ട ഒരു അവസ്ഥ പോലും ദേവി എനിക്ക് കൊടുത്തില്ല.
ആ പോലീസുകാരൻ സാറിനോടൊന്ന് പോയി ചോദിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് അങ്ങനെ തോന്നി. അവിടെ അധികം തിരക്കുണ്ടായിരുന്നില്ല. കുറച്ച് പേര് ഒരു 3-4-5 പേര് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും പോയി നിന്നു. അപ്പോൾ സാറിനോട് ചോദിക്കാം, എന്നെ അങ്ങോട്ടേക്ക് കിടത്തി വിടുമോ ദേവിനെ തൊഴാനായിട്ട്, എൻ്റെ അമ്മ ഇങ്ങനെ തലറങ്ങി കിടക്കുകയാണ് എന്നൊക്കെ പറയാമല്ലോ എന്ന് പറഞ്ഞിട്ട്, വയ്യാണ്ടിരിക്കുകയെന്ന് പറയാമല്ലോ എന്ന് പറഞ്ഞിട്ട് ക്ഷീണം കൊണ്ട്. അപ്പോൾ ചോദിക്കാൻ നിന്നപ്പോഴേക്കും ഭയങ്കര ഒരു അതിശയവും അത്ഭുതവും തന്നെയാണ് കേട്ടോ. കയറിങ്ങനെ പൊക്കി ഇങ്ങനെ പൊയ്ക്കോളാൻ പറഞ്ഞ് അവരെയും 3-4-5 പേര് നിന്നിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഞാനും കയറിപ്പോയി. അപ്പോൾ ഒന്നും ചോദിക്കേണ്ട ഒരു ആവശ്യം വന്നില്ല. അപ്പം തന്നെ പോയി നിന്ന് ഇങ്ങനെ ചോദിക്കാന്നുണ്ട് നിന്നപ്പോൾ തന്നെ കയറ് പൊക്കി വിട്ടു. അപ്പോൾ അധികം എന്താ പറയുക, ക്യൂവിലങ്ങനെ അധികം തിരക്കുണ്ടായിരുന്നില്ല, ക്യൂ ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ പെട്ടെന്ന് തന്നെ തൊഴുത് ദർശനമൊക്കെ കിട്ടി. തിരിച്ച് വന്ന് ഞാൻ അമ്മ അപ്പോഴേക്കും കുഴപ്പമൊന്നുമില്ല, അമ്മയുടെ വയ്യായ്കയൊക്കെ മാറിയിട്ട് അമ്മ എണീറ്റു. അപ്പോൾ ആ ഒരു സമയം ഞാനിപ്പോൾ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്നപ്പോൾ എനിക്കെന്തോ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ദേവിയുടെ എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹവും അനുഭവവും ഒക്കെ. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ ഒരു സമയത്ത് എനിക്ക് ദേവിനെ കണ്ട് തൊഴുത് വരാൻ പറ്റിയതിൽ. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ എനിക്ക് മാത്രമല്ല, കോടാനുകോടി ജനങ്ങൾ ആറ്റുകാല അമ്മേനെ തൊഴാനും വരുന്നതാണ്. അപ്പോൾ അവർക്കൊക്കെ ഓരോ അനുഭവങ്ങളൊക്കെ അതിശയങ്ങളും അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവത്തിൻ്റെ ഒരു കാര്യമായിരുന്നു കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.